ഉത്തരാഖണ്ഡിൽ ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞ് 9 മരണം. അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമെന്ന് SDRF. ആലപ്പുഴ തലവടിയിൽ അലമാര കുത്തി തുറന്ന് മോഷണം. മോഷണശ്രമം വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് 4 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം ഇരിഞ്ചയം സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റിൽ ഷട്ടർ കുത്തി തുറന്ന് മോഷണം. കടയിലെ CCTVയും കമ്പ്യൂട്ടറുകളും നശിപ്പിച്ചു. കടയിലുണ്ടായിരുന്ന പണവും മോഷ്ടാക്കൾ അപഹരിച്ചു. സംഭവത്തിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ഇറക്കി. വിമാനം ഇറക്കിയത് യന്ത്ര തകരാറിനെ തുടർന്ന്. പകരം സംവിധാനത്തെക്കുറിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിവരം നൽകിയില്ലെന്ന് യാത്രക്കാർ. തൃശൂരിൽ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മെഹന്തി മത്സരം സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് മൈലാഞ്ചി മൊഞ്ച് എന്ന പേരിൽ. പരിപാടി PTA പ്രസിഡന്റ് അഫ്സൽ പാടൂർ ഉദ്ഘാടനം ചെയ്തു. പങ്കെടുത്തവർക്കായി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ മൂക്കാട്ടുകര കരുണം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആർത്തവ ശുചിത്വ ബോധവൽക്കരണം നടത്തി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡോക്ടർ ലക്ഷ്മി നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി. തൃശൂർ ഭദനി സ്കൂളിന് സമീപം ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ 3 വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കോഴിക്കോട് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാനന്ദം പദ്ധതിക്ക് തുടക്കം. വിദ്യാർത്ഥികളിലും അധ്യാപകരിലും വായനാശീലം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. തൃശൂർ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ തൊണ്ടിയായി സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പികൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ASIക്ക് സസ്പെൻഡ് ചെയ്തത് കൊരട്ടി 4 സ്വദേശി ജെയ്സനെ. കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചത് കണ്ണൂർ സ്വദേശി സൂരജിനെ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന്. തിരുവനന്തപുരത്ത് അമിത വേഗതയിലെത്തിയ ബൈക്ക് വയോധികനെ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ വയോധികനും ബൈക്ക് യാത്രക്കാരനും ഗുരുതര പരിക്ക്. ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി വസന്ത് വിഹാറിൽ വൻ തീപിടുത്തമുണ്ടായത് വസന്ത് വിഹാറിലെ ബ്ലോക്ക് C മാർക്കറ്റിലെ കടയിൽ. 5 കടകൾ കത്തി നശിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്ന് റിപ്പോർട്ട്. പറവൂരിൽ AITUC മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നതിന്റെ ഭാഗമായി ഒപ്പുശേഖരണം നടന്നു. ഒപ്പുശേഖരണം CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ഭീമഹർജി പെരിയാറിനെ സംരക്ഷിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനും. ആലപ്പുഴ മാന്നാറിൽ MDLP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഓട്ടുപാത്ര നിർമ്മാണശാലകൾ സന്ദർശിച്ചു. കുട്ടികൾക്ക് ഓട്ടുപാത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും മനുഷ്യാധ്വാനത്തെക്കുറിച്ച് അറിവ് നൽകുകയും ലക്ഷ്യം.